അണികളെ കാണുമ്പോൾ അല്ലെ ജനങ്ങളെ കാണുമ്പോൾ അവർ ചോദിക്കില്ലേ, ഞങ്ങൾ ദീപ്തി ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടോ? അത് ഇതാദ്യമായല്ല. അതെ, ഇത് ആദ്യമായല്ല. മേയർ തെരഞ്ഞെടുപ്പ് മുതൽ കാര്യത്തിൽ വരുന്നു, അതുപോലെ ഇപ്പോ കാൻഡിഡേറ്റ് കാര്യത്തിൽ വരുന്നു. അപ്പൊ എല്ലായിടത്തും അത്തരത്തിലുള്ള ഒരു അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ. ഇതിനു മുമ്പും വന്നിട്ടുണ്ട് പലതും. ഇതിനു മുമ്പും കയ്യെത്തും ദൂരത്ത് പലതും വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അത് അത് പക്ഷെ ഇത്രത്തോളം അതിനൊരു പ്രചരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. PT മരിച്ച സമയത്ത് അതിനുള്ള ഒരു സാധ്യത ഉണ്ടാവും. എന്റെ തൃക്കാക്കര ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലേ? തൃക്കാക്കരെ അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുക എന്നുള്ളതല്ല, എൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് കണ്ണൂരോ പാലക്കാടോ പോയി ചോദിക്കുക അത് തരണമെന്നല്ലല്ലോ. നമ്മൾ അവിടെ മത്സരിക്കാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ നമ്മുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ഒഴിവ് വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അല്ലേ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. മാറ്റി നിർത്തപ്പെട്ടപ്പോഴെങ്കിലും പാർട്ടി മാറണം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. സാധാരണ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പല പാർട്ടികളും സംഭവിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? ഞാൻ ഒരു 89-90 KSUലേക്ക് വരുമ്പോൾ ഞാനൊരു നിയമസഭയിൽ മത്സരിക്കണമെന്ന് മുൻകൂട്ടി കണ്ടു വന്ന ഒരാളേ അല്ല. അവിടെ എനിക്ക് ഒരു അന്നുണ്ടായിരുന്ന SFIയുടെ നേതൃത്വം, ഇന്നുണ്ടായിരുന്ന അതിൻ്റെ അകത്തൊരു മന്ത്രി ഇന്നിവിടെ നമ്മുടെ ജില്ലയിലുണ്ട്, അന്ന് അവിടെ ചാർജ് ഉണ്ടായിരുന്ന ആൾ, അവരൊക്കെ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന വളരെ ശക്തമായ SFIയുടെ ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടല്ലല്ലോ നമ്മൾ അവിടെ വരുന്നത്. അവിടെ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയനെ ജയിപ്പിക്കുക എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതേപോലെ ചെയർമാനാക്കാം, SFIയിലേക്ക് വരുമെന്ന് അന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, അവരെ നമ്മൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയിട്ടില്ലാത്ത ഒരു തോന്നൽ ഒരിക്കലും ഇനി ഈ ഒരു സമയത്ത് തോന്നില്ല.